ആ ഹലോ ഹലോ കൊച്ചി വീണ്ടും വേദിയായിരിക്കുന്നു. പുതിയൊരു വിഷയമാണ് വിഷയം. കൊച്ചിയെ വിഷയങ്ങൾ വിട്ടു മാറുന്നില്ല. വിഷയമൊഴിയാത്ത ഒരു നാടായി മാറി. സംസ്കാരത്തിന് നടക്കാത്ത പ്രവർത്തനങ്ങളെല്ലാം സമരത്തിന് പുറകെ ഒക്കെ ബന്ധപ്പെട്ട് അതും ഉന്നത നിലവാരം പുലർത്തുന്നവരെന്ന് പറയുന്ന 3-4 വ്യക്തികൾ സിനിമാ നടനുമൊക്കെ അതിൽ പെടുന്നു. എന്താണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും ഇതുപോലുള്ള ചർച്ചയായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആകട്ടെ. എല്ലാം ഇപ്പോഴത്തെ ഒരു സംസ്കാരത്തിന്റെ ഒരു മാറ്റത്തിനനുസരിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, എല്ലാവരും മുഖം മൂടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവരെല്ലാവരും തിരിച്ചറിയുന്നു. ഈ പ്രാവശ്യം അതല്ല, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാ. ഇത് ഊരിവിട്ടാലും അവരെ ആരും തിരിച്ചറിയരുത്. അതുകൊണ്ട് പോലീസും എല്ലാവരുടെ മുഖം മൂടി തന്നെ കൊണ്ടുപോകണം. വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെല്ലാം അങ്ങനെയാണ്. കോടതിക്ക് സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടെന്നുള്ള രീതി. ചുംബന സമരത്തിൽ മുഖം മൂടാതെ ചിന്തിക്കാൻ എല്ലാവർക്കും ഒരു ഇത് തോന്നി. പക്ഷേ ഇവിടെ സ്ത്രീകൾക്ക് തന്നെ ഇവിടെ പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ മുഖം മൂടി ഈ കൂട്ടത്തിൽ പിടിച്ച 4 സ്ത്രീകളുടെ മുഖം മൂടി കിട്ടിയ ടിവിയിലൊക്കെ കാണാം. അപ്പൊ അവരെ സംരക്ഷിക്കാൻ എളുപ്പം കോടതിക്കും അല്ല. അതുകൊണ്ടാ ഇപ്പൊ ചെറിയ ഒരു കഞ്ചാവ് വീടി വിൽക്കുന്ന ഒരുത്തനെ പിടിച്ച് വലിയ ഫോട്ടോ അല്ലേ, ക്ലോസപ്പിലൊക്കെ അല്ലേ, പത്രത്തില്. കാരണം അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അതിനാ എല്ലാവരും തിരിച്ചറിയണം, അവനെ ആ രീതി കുറ്റവാളിയായി കാണുന്നു. പക്ഷെ ഉന്നതരെ അതല്ല, അവരെത്ര വലിയ കുറ്റവാളിയാണേലും അവരെ സംരക്ഷിക്കണം. മുഖം കണ്ടാലല്ലേ ആളിനെ തിരിച്ചറിയൂ. അപ്പൊ അതിന് അവരുടെ എല്ലാം മുഖം മൂടിയാ കൊണ്ട് നടക്കുന്നത്. സർക്കാരിന്റെ പൈസ ശമ്പളം മേടിക്കുന്ന പോലീസുകാരാ ഇത് ചെയ്യുന്നത്. അതിനെ കോടതി അനുകൂലിക്കും. ഇന്ന് വരെ മുഖം മൂടി ആരെ പറ്റി ഒരു കോടതിയും ചോദ്യം ചെയ്തിട്ടില്ല. ഇവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ ആവശ്യം ഇവര് അർഹിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ അവരുടെ മുഖം മൂടാതെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ എന്തോ അവരിൽ നിന്ന് ലാഭം ഈ പറഞ്ഞവർക്കെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഇല്ലേ അവരെല്ലാവരും ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ. അതാ നേരത്തെ കരുതി കൂട്ടി ചെയ്തതുപോലെയൊക്കെ ഇപ്പൊ യാന്ത്രികമായിട്ടൊക്കെ ഇങ്ങനെ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനം കൊണ്ടാണ് ഈ തീവ്രവാദം കൂടുതലായി ചെറുപ്പക്കാരിലൊക്കെ വരുന്നത്. അവരെ പൂർണ്ണമായും തെറ്റുകാരെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ ആവർത്തിച്ച് കഴിയുമ്പോൾ അവർക്ക് അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒരു ഗൗരവമുള്ള അധികാരമാണ്. അതിന് പിന്നെ അവർ അവരുടേതായ രീതിയിൽ പ്രവൃത്തി ഭാഗത്തിലെത്തിക്കുമ്പോൾ ഗവൺമെന്റോ അല്ലെ മറ്റുള്ളവരോ നോക്കുമ്പോൾ അത് കുറ്റകരമാണെന്ന് തോന്നും. പക്ഷെ അത് കുറ്റമെന്ന് പറയാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ മാവോയിസ്റ്റുകളൊക്കെ കണ്ടില്ല. മാവോയിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഫാഷനായിട്ട് മാവോയിസ്റ്റ് സുഹൃത്തുക്കള് തമ്മിൽ സംസാരിക്കുമ്പോൾ നീ മാവോയിസ്റ്റ് ഇല്ലടാ, മാവോയിസ്റ്റ് എന്നുള്ള വാക്കിനെ തന്നെ ഒരിപ്പോ അർത്ഥമില്ലാതായി. അതൊരു ഫാഷൻ പദമായി മാറി. ഇനിയിപ്പോ ഈ ചുംബനമൊക്കെ ചിലപ്പോ ആ പേരിലായിരിക്കും, മാവോയിസ്റ്റ് ചുംബനം എന്നൊക്കെ പറഞ്ഞു. സംവിധായകനും നടനൊക്കെ ജോയ് മാത്യു അദ്ദേഹം മനോരമയാണോ ഏതൊരു ന്യൂസ് ബ്യൂറോയുടെ ബ്ലോഗില് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. ബ്ലോഗില് റിപ്പോർട്ട് ചെയ്തതാ, ഇതൊരു സ്പിരിച്വൽ ആയിട്ട് വേണം നമ്മൾ ഈ കിസ് ഓഫ് ലവിനെ കാണാൻ. സ്പിരിച്വൽ ആക്ടിവിറ്റി പുള്ളിക്ക് ഒരു ഉന്മേഷമുണ്ട് അവർ ഈ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചതിൽ. അങ്ങനെയൊക്കെയാണ് യുവത്വത്തിന്റെ ശക്തിയാണ് ഇതെന്നൊക്കെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. വേറൊരു കാര്യമാണ് സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ചുള്ള ആത്മാവിന് ചുണ്ടു ആസ്വാദനമൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ശരീരത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. തന്നെയല്ല പുള്ളി ഇതിനകത്ത് കാണുന്ന വേറെ ചില ലാഭങ്ങളുണ്ട്. എവിടെയും കയറി ആകാമല്ലോ. അതാ ഇതെല്ലാം തെറ്റായ ചിന്തകൾ തന്നെയാണ്. അതന്നെയല്ല പ്രകൃതിക്ക് യാതൊരു വിവരവും ഇല്ലെന്നുള്ള മനുഷ്യനെ പറ്റി എന്നല്ലേ അവർ പറഞ്ഞു വെക്കുന്നത്. ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇനിയൊരു വലിയൊരു വിപത്തിന് കാരണമാകുമെന്നായിരിക്കും. ഇപ്പൊ എല്ലാം ഇത് തന്നെയാ. അതുപോലെ മാധ്യമങ്ങളെല്ലാത്തിനും കൂട്ടു നിൽക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മോഹൻലാലിസം എന്ന് പറയുന്നത് അത് ഒരു കാര്യമുള്ളതല്ല. ലാലിസം കേമാണിയെ സംരക്ഷിക്കാനാണ്. അപ്പൊ ജനശ്രദ്ധ തിരിച്ചു വിട്ട് അല്ല, അതിനകത്ത് വേറൊരു കാര്യവും ഇല്ല. ഇതിനേക്കാളും വലിയ കാട്ടുകള്ളന്മാർ ഇവിടെ കിടക്കുന്നു, കള്ളന് കഞ്ഞി വെച്ചവരെന്നൊക്കെ പറഞ്ഞ പോലെ. അത്രയും വലിയ തെറ്റൊന്നും ആ വിഷയം വന്നു കഴിഞ്ഞു. അതെ, അതിൽ നിന്ന് ഊരാൻ വേണ്ടി. കാരണം മാധ്യമങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഭരണത്തെ നിലനിർത്താൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉത്സവം കോട്ടയം തന്നെയാണ്. കോട്ടയത്തു നിന്നാണ് മറ്റ് മാധ്യമങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി മോഹൻലാലിന്റെ മേളിലേക്ക് ശ്രദ്ധ തിരിച്ച് കെ മാണിയെ സംരക്ഷിക്കുന്നു.
പിന്നെ മോഹൻലാൽ എന്തിനും ഇതിന്റെ പുറകെ പോയി എന്നുള്ളത് മോഹൻലാലിന്റെ തെറ്റ് തന്നെ. ഇപ്പൊ പലരും പറയല്ലോ കളം അറിഞ്ഞാൽ കളിക്കാവൂന്ന്. കളം അറിയാതെയാ മോഹൻലാൽ കളിക്കാൻ പോയത്. അതാ കളം അറിയാതെ പുള്ളി അതുപോലെ തന്നെ കരുവാക്കി പുള്ളിക്ക് തന്നെ വല്ല ലാഭം കിട്ടിക്കാണും, അല്ലെങ്കിൽ പുള്ളി ഇതിന് വീണ് കൊടുക്കത്തില്ലല്ലേ, പൈസ തിരിച്ചു കൊടുത്തെന്നൊക്കെ പറയുന്നു. വല്ല പ്രയോജനം ഉണ്ടോ? ഇത് മാറുമോ മനുഷ്യന്റെ മനസ്സിൽ നിന്ന്? അത്രയും അപ്പൊ കണ്ടോ, ഇതിനേക്കാൾ വലിയ തെറ്റ് അപ്പുറത്ത് കിടക്കുന്നത്. അതിനെ ഈ നിസ്സാര കാര്യം കൊണ്ട് മറച്ചു കളഞ്ഞു മാധ്യമങ്ങൾ. അതാണ് ഈ ആധുനിക മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്. ഓരോ സീസണിൽ ഓരോ മാസം കൂടുമ്പോൾ ഓരോ സീസൺ മാറും, ഓരോ വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനിയും വേറൊരു കാര്യമാണ്, ഗവൺമെന്റിന്റെ എന്തെങ്കിലും കാര്യത്തിന് സിനിമാ രംഗത്തുള്ള ആരെ വിളിച്ചാലും അവര് പോകാൻ സാധ്യത വളരെ കുറവാണ്. ചതിയിൽ പറ്റും. ഇത് ചതിയായിരുന്നു ശരിക്കും. പിന്നെ ഈ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത പോലെ ആ ചുംബന സമരത്തിന്റെ സപ്പോർട്ട് ചെയ്ത ഒരു സെലിബ്രിറ്റി ഉണ്ട്, അരുന്ധതി എന്ന് പറഞ്ഞു, സിനിമാ നടിയ. അല്ല അവർ അതാണ് യുവനടി. അല്ല എന്നാന്ന് വെച്ചാ യുവനടിക്ക് ഇതിന്റെ സുഖം അറിയാം. അവള് അതാ അതല്ല മാഷ്, ഇപ്പം ഈ ചുംബന സമരം നടത്തിയതിന്റെ ഉദ്ദേശം തന്നെ ഇവരൊക്കെ സെലിബ്രിറ്റി ആകണമെന്നുള്ള ഒരു ഇത് വെച്ചാ, അല്ലാതെ നല്ല കാര്യങ്ങളിൽ ആരെങ്കിലും ആകുന്നുണ്ടോ? അല്ലാതെ ഇവര് നല്ല ഉദ്ദേശങ്ങളൊന്നും ഇല്ല. എല്ലാരെയും ഇവരെ തിരിച്ചറിയണം. ഇത് പേരെടുക്കാൻ വേണ്ടി എന്തും ചെയ്യാമെന്നുള്ളതാ. ഇത് ഈ യുവനടി എന്ന് പറഞ്ഞ അരുന്ധതി മേനോൻ സ്വന്തം സൈറ്റിൽ കൂടിയാ മറ്റ് പുരുഷന്മാർ 3 ഫോട്ടോ ഞാൻ കണ്ടു. 3 പുരുഷന്മാരുമായിട്ട് ചുണ്ടോട് ചുണ്ട ചുംബിക്കുന്നത്, പിന്നെ ആലിംഗനം ചെയ്യുന്നതും എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അതന്നേരം എന്ത് മാനസികാവസ്ഥയാണ് അവരുടെ. ഒന്നാമത്തെ കാര്യം കടന്നു വരുന്നത് സിനിമാ രംഗത്തേക്ക്. ഈ നല്ല നല്ല റോളുകൾ കിട്ടാൻ ഇത്തരം കാര്യങ്ങളുടെ സ്വർഗം ആ സിനിമാ രംഗം. ക്യാമറയുടെ മുന്നിൽ ആകാശം മേടിച്ചുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതിലും ചെയ്യാൻ പറ്റുന്നു. അപ്പം ഇത്തരം അവസരങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ അരുന്ധതി മേനോന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിച്ചു കാണും. ശരിയാതാ, നാടോടുമ്പോ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ. അല്ലെങ്കിൽ ഇത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ അതിനുള്ള ട്രെയിനിങ് കൊടുത്ത് തിരിച്ചറിവ് ഉണ്ടാക്കണം. ഇപ്പൊ സ്റ്റൈലാ മക്കളെ യാതൊരു വിധത്തിലും നിയന്ത്രിക്കാതെ വിടുക എന്നുള്ളത് ആധുനിക സംസ്കാരമാണെന്ന് വിചാരിക്കുന്നത്. ജനറേഷൻ ഗ്യാപ്പ് ഒന്നുമില്ല. എവിടെയാ നിൽക്കുന്നു അതുപോലെ പെട്ട് കഴിയുമ്പോൾ അത് ഇവര് പറയത്തില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നവർക്ക് പീഡനം ചെയ്താലും കുഴപ്പമില്ല. അല്ലെ പിന്നെ ഒരേ പെണ്ണിനെ കൂട്ടമായ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളുടെ പുറത്താ. അല്ല തന്നെ ഇതിനെല്ലാം സാമ്പത്തിക ലാഭം നൽകുന്നുണ്ട് ഗവൺമെന്റ്. അതാ ഈ കുറ്റകൃത്യങ്ങൾ കൂടുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് സാമ്പത്തിക ലാഭം നൽകാന്ന് പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പത്തെ സുരേഷ് ഗോപി ഉണ്ടല്ലേ, കോടീശ്വരൻ എന്നും പറഞ്ഞൊരു പരിപാടി. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി കാര്യം നേടാൻ ഇപ്പൊ ആരും ശ്രമിക്കത്തില്ല. അങ്ങനെ ശ്രമിക്കരുതെന്നുള്ള പ്രേരണ കൊടുക്കുന്ന സുരേഷ് ഗോപിയാ. ഉടനെ എല്ലാരും ചാനലിലോട്ട് ഓടുക കോടീശ്വരൻ പരിപാടി പങ്കെടുക്കാൻ. ഇങ്ങനെ വരുംതോറും മനുഷ്യൻ തൊഴിൽ ചെയ്യാതെ എങ്ങനെ കാശുണ്ടാക്കാമെന്നുള്ള ചിന്തയിലേക്കേ പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം. ഇപ്പം ഈ പരിപാടിക്കൊക്കെ സ്പോൺസർ ചെയ്യുന്നവർക്ക് ഇതുകൊണ്ടുള്ള ലാഭം എന്താണ്? അവർക്ക് ഭയങ്കര ലാഭമാണ്. ഇതിന്റെ 10 ഇരട്ടി ലാഭം അവര് മീഡിയ സോഴ്സൊക്കെ നേടുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, സർക്കാരിനെ കളിപ്പിക്കാൻ പറ്റും. ഓരോ പരിപാടികൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനമാണ് സാംസ്കാരിക പരിപാടി എന്നൊക്കെ പറഞ്ഞ്. അപ്പം വേറെ ഈ സംസ്കാരം എന്താണെന്നും തിരിച്ചറിയത്തില്ല. ഈ വകുപ്പുകൾക്കും അറിയത്തില്ല, ഗവൺമെന്റിനും അറിയത്തില്ല. സാംസ്കാരിക നിധി എന്നൊക്കെ പറയാം. സർക്കാരിനെ കബളിപ്പിക്കാൻ പറ്റില്ല, ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റും. എല്ലാവരും കളിപ്പിക്കാൻ പറ്റും. സർക്കാരിനെ കബളിക്കാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അവര് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ വഴങ്ങി കൊടുക്കുന്ന ഈ ട്രെൻഡാണ് ഇപ്പൊ കാണുന്നത്. സർക്കാരിന്റെ നിയമ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് ഈ പദ്ധതികൾ ഇവർക്ക് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം രൂപ സർക്കാരിനെ കളിപ്പിക്കാം, സർക്കാരിനെ അടയ്ക്കാതിരിക്കാമെന്നൊക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഇത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത്ര ശതമാനം എനിക്കാണെന്നാ. ഇവർ നിയമം കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ് നിയമത്തെ നശിപ്പിക്കാനുള്ള വഴികളും പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ജഡ്ജിമാരും എല്ലാം വരും. നമുക്ക് പലരുടെയും പേരെടുത്തൊക്കെ പറയാനാണ് ഒത്തിരി പേരുണ്ട്. കോടതിക്ക് പുറത്ത് വന്നിട്ട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ നാളെ വാദം കേൾക്കുമ്പോൾ ഇന്ന പറഞ്ഞാൽ മതി, ഞാൻ ആ രീതി കൈകാര്യം ചെയ്തോളാമെന്നൊക്കെ. നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട്.
ഇവിടെ നീതിപതി എന്ന് പറയുമ്പം ഇല്ല. ഒരാളില്ല, അങ്ങനെ ഒരാളില്ല. അല്ല, അങ്ങനെ ഉള്ള ആളെ അത് പറയാൻ തന്നോ? ഇതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. നീതിപതി എന്ന് പറയുന്നത് അമാനുഷികനായിരിക്കണം. മനുഷ്യൻ ചെയ്യുന്ന യാതൊരു വ്യക്തി താല്പര്യങ്ങളൊന്നും അടിമയാകാൻ പാടില്ല. നീതിക്ക് മാത്രം. ഇത് ഓരോ മാസത്തെയും ബഡ്ജറ്റ് ഇട്ടിരിക്കല്ലേ ഇത്ര ലക്ഷം രൂപയുടെ ഇന്ന പദ്ധതികളെന്ന്. അങ്ങനെയുള്ളവരെങ്ങനെ നീതിമാന്മാരാകുന്നു? എനിക്കൊരു സംശയം, ഈ കോടതിയിലൊക്കെ നീതിദേവതയെ ആ ത്രാസൊക്കെ പിടിച്ച് കണ്ണ് കെട്ടി വെച്ചിരിക്കണം. കാണാതിരിക്കാൻ വേണ്ടിയാ? ഒന്നും കാണാതിരിക്കാൻ വേണ്ടി. അതിന്റെ അർത്ഥം കണ്ണടച്ച നടപടി, കണ്ണടച്ചുള്ള നടപടി എടുക്കണമെന്ന്. സത്യത്തിന്റെ കണ്ണാ മൂടി കെട്ടിയിരിക്കുന്നത്. അതിവരുടെ വിവരക്കേട്. ബാഹ്യമായ കണ്ണുകൾ മൂടിക്കെട്ടിയാലും ആന്തരികമായ കണ്ണുണ്ട്. സത്യത്തിന്റെ കണ്ണ് എപ്പോഴും ആന്തരികമാണ്, ബാഹ്യമല്ല. അപ്പൊ പിന്നെ ഇവരെല്ലാം മൂടിക്കെട്ടിയാലും അത് തുറന്നു തന്നെ ഇരിക്കത്തുള്ളൂ. അറിയേണ്ടവരെല്ലാം അറിയും, അത് ഇവർക്കും അറിയാം. അങ്ങനെയാണ് ഈ ജഡ്ജിമാരുടെയും കണ്ണും എല്ലാം ഇരുത്താൻ, ന്യായം പറയാൻ ഇരുത്താൻ. അങ്ങനെ അവര് ചെയ്യത്തില്ലല്ലോ. ഇപ്പൊ പ്രത്യക്ഷത്തിൽ അവർ നോക്കുമ്പോൾ ശരിയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കുറ്റവാളികരായിട്ട് അവർ കാണത്തുള്ളൂ. ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, എല്ലാം അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും വേണ്ട. ഭരണഘടന പറയുന്ന പൗരസ്വാതന്ത്ര്യം കാര്യങ്ങൾ അത് വേറെ. പക്ഷെ ഇവര് പറയുന്ന ഇത് നമ്മുടെ ഒന്നാമത്തെ കാര്യം, ഇതൊന്നും നമ്മുടെ സിസ്റ്റമല്ല, ബ്രിട്ടീഷുകാരുടെയാ. അതിന്റെ പ്രേതാത്മകളായിട്ട് ഇങ്ങനെ ഇവര് കൈമാറി പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അംബേദ്കറും ചില ഭേദഗതികൾ. അല്ല, വേറൊരു കാര്യമുണ്ട്. അംബേദ്കർ എന്ന് പറഞ്ഞ വേറൊരു കാര്യം, എല്ലാ ദൗർബല്യങ്ങളും ഉള്ള ഒരു പച്ച മനുഷ്യനാണ്. പക്ഷെ ഭാരതത്തിന് ഭരണഘടന എഴുതിയത് ഇതിന്റെ എല്ലാ അതീതരായിട്ടുള്ള ആചാര്യന്മാരായിരുന്നു. പിന്നെ ഇത് പൂർണ്ണ തൃപ്തിയോടെയൊന്നുമല്ല, പലതിനോടും പ്രതിഷേധിച്ചും എല്ലാ വൈരാഗ്യ ബുദ്ധിയും ഒക്കെ വെച്ചുകൊണ്ടൊക്കെ എഴുതിയ നിയമങ്ങളുണ്ട് ഭരണഘടനയ്ക്ക്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റുകയില്ല. സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബോധ്യപ്പെടും. പിന്നെ ഇവിടുത്തെ നിയമം അനുസരിച്ച് എന്നാന്ന് വെച്ചാൽ എന്നാ ബോധ്യപ്പെട്ടാലും മിണ്ടിപ്പോകരുതെന്ന. മിണ്ടിയാൽ പ്രശ്നമായി, ഒന്നുകിൽ തീവ്രവാദി അല്ലെ എന്തെങ്കിലും ഒരു പേര് വരെ ഉണ്ടാക്കും. അവർക്ക് രക്ഷപ്പെടാം, അവരുടെ കഴിവില്ലായ്മയെ മറച്ചു വെക്കാൻ വേണ്ടിയാണ്. 5 വർഷം അവരെ താങ്ങി നിർത്തുകയും വേണം. അവസാനം മോഹൻലാലിന് പറ്റിയ പോലെ പറ്റുകയും ചെയ്യും. വലിയ കുറ്റവാളിയെ സംരക്ഷിക്കുകയും ചെറിയ കുറ്റവാളിയെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അപ്പൊ ഇനിയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഗവൺമെന്റിന്റെ പിടിയിലോ കോടതികളുടെ പിടിയിലോ നിൽക്കത്തില്ല. അല്ലെങ്കിലും ഇനിയും വരുന്ന കാലത്ത് അതത് പ്രദേശങ്ങളിലായിരിക്കും കോടതികൾ, ജനമായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. പഴയ രീതിയിലേക്കാണ്. യൂണിഫോം ഇട്ടിരിക്കുന്നവരൊന്നും അടുത്ത് ആരും ചെല്ലുകയില്ല. ശമ്പളം പോലും കിട്ടാത്ത അവസ്ഥ വരും അവർക്ക്, ആരും ചെല്ലുകയില്ല. ഇപ്പൊ ഇന്ന് നടന്ന ഒരു ചെറിയൊരു കാര്യം 10 വർഷം കഴിഞ്ഞ് അതിന് തീർപ്പ് കൽപ്പിച്ചിട്ട് ആർക്ക് എന്ത് പ്രയോജനം? നാട്ടുകൂട്ടം എന്നൊക്കെ പറഞ്ഞില്ലേ പഞ്ചായത്തുകൾ, അതിനെയും വരും, അങ്ങോട്ടാ പോകുന്നത്. അതാ ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം നാട്ടിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലല്ല അവരിപ്പോ തുടങ്ങിയിരിക്കുന്നത്. മുമ്പും ഉണ്ടായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൈക്കൂലി മേടിച്ചവരുടെ കഴുത്തെ ചെരുപ്പുമാല കെട്ടിട്ട് നടത്തിക്കുക. കാരണം ശരിക്കും ഒരു കോടതിക്ക് പോലും സാധിക്കാത്ത ശിക്ഷയാണ്. അത് ജനരോഷത്താലാന്ന് പറഞ്ഞു അവർക്ക് മറുത്തൊന്നും പറയാൻ പറ്റുകയില്ല. പിന്നെ ജനം കോടതിയെ ബഹിഷ്കരിച്ചാൽ ഏത് കോടതിയാന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ജനാധിപത്യ ബോധം ജനത്തിനുള്ളതുകൊണ്ട് ജനം പ്രതിഷേധിക്കും. ജനത്തിന് ഈ ബോധം ഉണ്ടെന്നും അവര് പ്രതിഷേധിക്കുമെന്നും ആദ്യം അറിയേണ്ടത് കോടതികളാണ്. അവർക്ക് അതിന് ചിന്തിക്കാൻ നേരമില്ല. പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴാണ് അറിയുന്നത്. ഉടനെ അതിനെ അതിജീവിക്കാൻ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ആക്കും അവരെ. ജനാധിപത്യം ശരിക്കും പ്രാവർത്തികമാകാൻ ഇവിടുത്തെ നിയമം തന്നെ ഇല്ല. ഇവിടെ ശരിക്കും ജനാധിപത്യം എന്ന് പറയുന്നെങ്കിലും ജനാധിപത്യ ഏകാധിപത്യമാണ് നടപ്പിലാകുന്നത്. അപ്പൊ അത് ഡെമോക്രാറ്റിക് ഫ്യൂഡലിസം എന്ന് പറയുമ്പോൾ അതൊരു ഭരണഘടനയുടെ പരാജയം തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ വ്യക്തിപരമായിട്ട്. അല്ലെ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒന്നിനെ ഒന്ന് കുറയ്ക്കാൻ പോലും കഴിയുന്നില്ല. കൂടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടന. ഇപ്പൊ നല്ല ഒരു വീട്, അവിടുത്തെ അപ്പൻ കാര്യശേഷി ഇല്ലാത്ത ആളാണെങ്കിൽ ആ വീട് അതപ്പതിച്ചു പോകും. അപ്പന്റെ സ്ഥാനമായി ഈ ഭരണഘടനയ്ക്ക്. വരുമാനത്തിലോ ഉയർന്ന കെട്ടിടങ്ങളിലൊന്നുമല്ല സ്ഥാനം. ഇവിടെ സംസ്കാരത്തിലും ഉന്നതിയിലും ഒക്കെ ജീവിത നിലവാരത്തിലൊക്കെ സ്ഥാനം. ഒരാളുടെ വരുമാനം വർദ്ധിച്ചെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവമോ അയാളുടെ
വ്യക്തിബോധം വർദ്ധിക്കണമെന്നില്ല. വർദ്ധിക്കണമെന്നില്ല, തന്നെയല്ല വഷളാകുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി രാജ്യത്തിന്റെ ഉന്നതി കണക്കാക്കുന്ന ഒരു തെറ്റായ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു 100 രൂപ ദിവസം വരുമാനമുള്ള ഒരാള് ആ 100 രൂപയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കത്തുള്ളൂ. ആ സ്ഥാനത്ത് ഒരു 10,000 രൂപ വന്നു കഴിഞ്ഞാൽ തോന്നും എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താലും കാശ് കയ്യിലുണ്ടല്ലോ രക്ഷപ്പെടാമെന്ന്. അങ്ങനെ ചിന്തിക്കെ അവരുടെ സ്വത്തിനെ അവരുടെ ജീവനെ സംരക്ഷിക്കലാണ് ഗവൺമെന്റിന്റെ പണിയെന്ന് വന്നു കഴിഞ്ഞാൽ കുറ്റവാളികൾ മാത്രമേ പിന്നെ കാണത്തുള്ളൂ, പണക്കാർ. അപ്പൊ ഇതിനെതിരെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവൊക്കെ അല്ലെങ്കിൽ അതിനുള്ള അവകാശമൊക്കെ ജനങ്ങൾക്കുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ഒരു കോടതിക്ക് സാധിക്കത്തില്ല. കാരണം ഇത് പ്രകൃതിയാണ് പ്രേരണ നൽകുന്നത്. സാധാരണക്കാരെ കുറ്റവാളികളാകുന്നുള്ളൂ. പണക്കാരെ കുറ്റവാളികളാണെങ്കിലും അവർ കുറ്റവാളികളല്ല. സാധാരണക്കാരുടെ എല്ലാം മുഖം തുറന്നു വെക്കും, മറ്റുള്ളവരുടെ എല്ലാം മുഖം മൂടും. എന്നിട്ട് കാണുന്നവരെല്ലാം പറയണം കുറ്റവാളിയാണ്. അബദ്ധവശാൽ ഒന്ന് ചെയ്തു പോയത് പിന്നീട് അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ ആവർത്തിക്കേണ്ടതായും വരുന്നു. അങ്ങനെ കുറ്റവാളികളെ ഇവിടെ ഒരു പ്രാധാന്യം നൽകി നിലനിൽക്കുന്ന വാഴ്ച ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സരിതാഷ്ണയാണ്. പുള്ളിക്കാർക്ക് സെലിബ്രിറ്റി ആയിട്ട് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നു, സീരിയൽ അഭിനയിക്കുന്നു, ആൽബം അഭിനയിക്കുന്നു, സെലിബ്രിറ്റി ആയിട്ടാണ്. എന്ത് തട്ടിപ്പുകളിൽ കാണിക്കാം. അല്ല, വേറെ കാര്യമില്ല, അവരുടെ നിലവാരത്തിലുള്ളവരായി ഈ പറഞ്ഞിടത്തെല്ലാം കയറി ഇരിക്കുന്നു. അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ കേട്ടില്ല, കണ്ണി എന്നാ കണ്ണും കൂട്ടത്തിലെന്ന്. അത് അവര് നമ്മളെപ്പോലുള്ള നമ്മുടെ ഒരാൾ വരുന്നു, അതിനകത്ത് അല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനെ അടിപ്പിക്കരുത് കേട്ടോ, കാരണം ആള് ശരിയല്ല. ഇങ്ങനെ സെക്രട്ടേറിയറ്റിൽ ചെന്നാലും ഇത് തന്നെയാണ് പറയുന്നത്. ഈ അധികാരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റായ ഫലം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സിനിമ കാണാൻ തിയേറ്ററിലൊന്നും പോകണ്ട, നമ്മൾ വഴി നടക്കുമ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ എല്ലാം കാണും. പൊതുവഴി. അതെ, സത്യത്തിലൊരു പൊതുവഴിയാകും. അതെ അതെ, എല്ലാത്തിനുള്ള പൊതുവഴി ഇതെല്ലാം അവിടെ തന്നെ. പിന്നെ പരസ്യം പതിക്കരുതെന്നുള്ള വാചകത്തിന്റെ പകരം പലതും എഴുതി വെക്കേണ്ടി വരും. ഇവിടെ ഇന്നത് ചെയ്യരുത്, ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യരുതൊന്നും നീതിബോധമുള്ളവരെ എഴുതി വെക്കും. ബാക്കിയുള്ളവരൊന്നും അതിനെ കുറിച്ച് ബോധമല്ല. ഇപ്പം ഈ നമ്മള് കളക്ടറേറ്റിലെ അല്ല ഇതുപോലെ സെക്രട്ടേറിയറ്റിലൊക്കെ ചെല്ലുകയാണെ കാണാമല്ലോ, ഒരാളുടെ പേര് കൊടുത്തിട്ട് അവരുടെ ഔദ്യോഗിക സ്ഥാനം എന്താണെന്ന് അറിയിക്കുന്നത്, അതിന്റെ കൂട്ടത്തിൽ ഇതുപോലുള്ളതും കൂടി എഴുതേണ്ടി വരും. കാരണം അതൊക്കെ യോഗ്യതയായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ടല്ലേ എത്ര കുറ്റം ചെയ്താലും ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയൊന്നും ചെയ്യത്തില്ല. കാരണം ഈ ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ അവരുടെ പാർട്ടി ഇലക്ഷന്റെ സമയത്തൊക്കെ സഹായിക്കുന്ന ആളായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം അയാൾ ചെയ്യുന്നതൊക്കെ ഒരു യോഗ്യതയാണെന്നാ. അപ്പൊ ആ യോഗ്യത കൂടെ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് കാലുവാരുന്ന ആളാണ്, ഉദ്യോഗസ്ഥന്റെ പേരും അയാളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് അതും എഴുതണം, കാലുവാരൻ ഇന്ന കാലുവാരൻ. ഭരിക്കുന്നവനും അത് തന്നെ. എത്ര കുറ്റങ്ങൾ ചെയ്താലും യാതൊരു മനുഷ്യന്റെ അവസ്ഥ എന്നൊക്കെ മാറിപ്പോയി. ഇപ്പൊ എല്ലാം മനുഷ്യന് തിരിച്ചറിവുണ്ടല്ലോ, മനനം ചെയ്യാന്നൊക്കെയുള്ള ഏർപ്പാടുണ്ട്. പ്രാക്ടിക്കലാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. മൃഗങ്ങളാവല്ല, ചിലപ്പോ ഒരു തെറ്റ് ചെയ്യുന്ന മൃഗം അതേ സ്ഥലത്ത് വെച്ച് തന്നെ വീണ്ടും ആ തെറ്റ് തന്നെ ചെയ്യും, അന്നേരം തല്ലും, പിന്നെയും ചെയ്യും. ആ അവസ്ഥയായിട്ടോ. ഇപ്പൊ പൂച്ചയാണേലും പാല് ഒറ്റ തവണയുള്ളൂ ചൂടുപാല് കുടിക്കത്തുള്ളൂ, പക്ഷെ അതിന് തിരിച്ചറിയാം. തിരിച്ചറിയാം. അതെല്ലാം അതിന് മുകളിലായിട്ട് അവരുടെ പദ്ധതികളോ ആഗ്രഹങ്ങളോ ഒക്കെ നിൽക്കുന്നു, അല്ലെ ആരെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയൊക്കെ നിൽക്കും. അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി ഒരിടത്തും പോകണ്ട, നമുക്കെല്ലാം നടക്കുന്ന വഴികൾ ഇതെല്ലാം കാണാം. അന്നേരം ഇപ്പത്തെ കടുവ ഇറങ്ങാൻ തുടങ്ങി വയനാട്ടില്. 2 പേരെ കടിച്ചു കഴിഞ്ഞു, ഒരാളെ കടിച്ച് കുറെ ഇന്നെന്നൊക്കെ പറയാം. സ്വാർത്ഥതയ്ക്ക് വേണ്ടി മൃഗങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ മൃഗങ്ങൾ വസിക്കേണ്ട കാട്ടിലോട്ട് മനുഷ്യര് കയറുന്നു. അപ്പൊ അവരുടെ പ്രതികരണം അതാ ശരി. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങൾ കയറിയില്ലാണ് ഇങ്ങനെയുള്ളവരെയല്ല. മൃഗങ്ങൾ കയറി കഴിഞ്ഞാൽ കേസില്ല. അതിനെ നല്ല ആന ചവിട്ടി കൊന്നാലും ആന കുത്തിയാലും ഒന്നും കേസില്ല. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാം. അതേകൊണ്ട് നടക്കുന്നു. അല്ലെ പാമ്പ് കടിക്കുക, എല്ലാം ചെയ്യാൻ പറ്റും. ഒരു പാമ്പാറ്റിയൊക്കെ കിട്ടിയാൽ മതി, പാമ്പിന് കൊണ്ട് കയറ്റിയിട്ട് കടിപ്പിച്ചാൽ മതി, ഉടനെ കേസില്ല. പാമ്പ് കടിച്ച് മരിച്ചു എന്നാ വരത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു നിലനിൽക്കുന്ന ഒരു സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പാസ്റ്റിനെ കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. ഇപ്പം നടക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതെ നടക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. അതെന്ന് പറയുന്ന ന്യൂ ജനറേഷൻ എന്നാ പറയുന്നത്. പക്ഷെ വേറൊരു കാര്യമാണ്, ഇവർക്ക് മുമ്പ് ഈ പറയുന്ന ന്യൂ ജനറേഷന് മുൻപ് ഉണ്ടായിരുന്ന അവരുടെ മാതാപിതാക്കളും അത് തന്നെയായിരുന്നല്ലോ അതിന്റെ മുമ്പുള്ള തലമുറ വെച്ച്. അപ്പൊ അവര് ശരിയായ രീതി ഇവർ ഈ പറയുന്ന രീതിയിൽ അവർ ചിന്തിക്കായിരുന്നല്ലോ, ഇവരും കാണുകയല്ല, ഇവർക്കുള്ള ജീവിത സാഹചര്യങ്ങളും കാണുകയായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഓരോ മാതാപിതാക്കളും അവരുടെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ തന്നെ ആയിരുന്നു. കാരണം ഇതൊന്നും മനുഷ്യന്റെ ചിന്തയോ നല്ല ചിന്തകളുടെ ഫലമൊന്നുമല്ല. ഇതെല്ലാം നെഗറ്റീവാണ്. ഇവിടെ ഇപ്പൊ എണ്ണത്തിലും പ്രവർത്തനത്തിലും എല്ലാം കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഒരേ രീതിയിൽ തന്നെ. അപ്പോൾ നല്ലതിനെ ഒന്നിനും പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടാകില്ല, ചീത്തക്കായിരിക്കും സാധാരണ. അതല്ലേലും എപ്പോഴും അങ്ങനെ തന്നെയാ. ഭൂരിപക്ഷവും ഷാത്താന്റെ കൂടെയും അതങ്ങനെ ഭൂരിപക്ഷം പൈശാചികത്വം എല്ലാം അത് തന്നെയാണ്. ഇന്ന് കളികളും എല്ലാം കണ്ടില്ല, ഇത്തരം കറുത്ത ശക്തികളുടെ സ്വാധീനത്തോടെയാണ് കളികളിലെല്ലാം വിജയം നേടുന്നതും അതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നതും എല്ലാം. ഇപ്പത്തെ തിരുവഞ്ചൂര് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നൊക്കെ പറയും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുള്ളിക്ക് ആദ്യം കയറി വന്ന ആ സമയത്ത് പുള്ളി ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡൊക്കെ കിട്ടി ഭയങ്കര പച്ച പിടിച്ച് നിൽക്കുന്ന സമയത്താ സരിത വന്നു കഴിഞ്ഞ് അപ്പൊ അത് സംസ്ഥാനത്തിനുള്ള അവാർഡായി ഇപ്പോഴത്തെ മന്ത്രിസഭയ്ക്കുള്ള അവാർഡ്. എല്ലാവരും അങ്ങ് താങ്ങി നടക്കുക. എല്ലാം ഒരു ഈ സ്ത്രീയിലൂടെ ഇതിന്റെ എല്ലാം പ്രശ്നങ്ങളുടെ വരവ്. നല്ല കാര്യമാണ്, നല്ലൊരു അല്ല. എന്നിട്ടും ആര് പഠിക്കുന്നു? ഉന്നത അധികാര സമിതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ മണ്ടന്മാര് കയറി ഇരിപ്പുണ്ട്. ഉന്നത അധികാരമൊന്നും ഇവരുടെ ആരുടെ ഒരു അന്വേഷണത്തിലും പ്രയോഗിച്ച് കണ്ടിട്ടില്ല. ഉന്നതാധികാര സമിതി എന്ന് പറയുന്നത് ചുമ്മാ ഇരിപ്പ്. പിന്നെ ഈ പണ്ട് നമ്മുടെ ഇങ്ങനെ AK ആന്റണി അങ്ങേര് പിന്നെ ഇതുപോലുള്ള ആളല്ല എങ്കിലും ഈ എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡ് എന്ന് പറയുന്ന പോലെ പേരിന് ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇതെല്ലാം ഇവര് തന്നെയാണേ. ഈ കോൺഗ്രസ് ഇവിടെ ഇരുന്ന് തെറ്റ് ചെയ്യുകയും ഹൈക്കമാൻഡ് എന്നും പറഞ്ഞ് അവിടെ ചെല്ലുമ്പോ ഇവര് വേറെ രീതിയാ പറയുന്നത്, ഇതിനെ വിമർശിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇവര് തന്നെയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇപ്പം എല്ലാവർക്കും ഒരവസരം എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ സമീപനം. അവരിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും അവരെ സ്വീകരിക്കും. കാരണം അവർക്ക് മുമ്പ് നിലനിൽക്കുന്നതുമായ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു വിശ്വാസം ഇല്ലാത്തതിന്റെ നഷ്ടപ്പെട്ടതിന്റെ കാരണം കൊണ്ട് ഇപ്പൊ അവര് പുതുതായിട്ട് വരുന്ന എല്ലാവരെയും സ്വീകരിക്കുക. അവര് വല്ല 5 കൊല്ലം ഭരിച്ചിട്ട് പൊക്കോട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി. 5 കൊല്ലം എങ്ങനെയാണ് ഭരിക്കുന്നത്, എന്തിനാണ് ഭരിക്കുന്നതെന്ന് ചിന്തിക്കുന്നത്. ഇപ്പത്തെ ഡൽഹി കണ്ടില്ലേ, ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒന്നും അല്ലാതാക്കിയിട്ട ഒരു സ്റ്റേറ്റ് ഇവര് വിളിച്ചു പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് 5 വർഷം ഒന്നും വരികയില്ല എങ്കിൽ പോലും 5 വർഷം കൊണ്ട് എന്ത് ചെയ്യാനാണ്? പക്ഷെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് അവർക്കൊരു തൃപ്തിന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നടപ്പിലാകണമെന്നില്ല. പിന്നെ ഇത് രാഷ്ട്രീയക്കാർക്കറിയാം. അതുകൊണ്ടാണ് ജനം കഴുതയെന്ന് പറയുന്നത്. അപ്പൊ അവിടെ സംഭവിക്കാൻ പോകുന്നത് വാഗ്ദാനങ്ങൾ അത്രേ ഉള്ളൂ. പറയാനുള്ള കാരണമല്ല. ഇപ്പൊ ഒരു കലം അടുപ്പേ കയറ്റി വെച്ച് വെള്ളം ഒഴിച്ചു വെച്ച് വാഗ്ദാനം ഒന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ പോലും അതിനകത്തൊന്നും കാണുകയല്ല, വെള്ളം മാത്രമേ കാണത്തുള്ളൂ. എന്നിട്ടും കണ്ടില്ല ജനം ക്ലീൻ ഷേവും ചെയ്ത് വെള്ളയും ധരിച്ച് ഇറങ്ങുക. ഗാന്ധിയനൊന്നുമില്ല, അത് ഇതൊക്കെ ചുമ്മാ അത് ഓരോ ബെൽറ്റുകൾ ഉണ്ടാക്കുന്ന. ഇതൊന്നും ഞാൻ ചെയ്യട്ടെ, നെഹ്റുവിനും ഗാന്ധിജിക്കും ഒക്കെ മുൻപ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവര് അവരുടെ ഉദ്ദേശം പോലൊന്നും ഇവരുടെ ആരുടെയും വന്നിട്ടുണ്ടോ? പക്ഷെ സ്വാതന്ത്ര്യ സമര ചരിത്രമൊന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നത് കള്ളമാണ്, സത്യമല്ല. ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസ്, സരോജിനി നായിഡു, പിന്നെ ഭഗത് സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഇങ്ങനെയുള്ള ഒരു നിരയുണ്ട് ശക്തര്, നല്ല ശരിക്കും ഭാരത രത്നങ്ങളെന്ന് പറയേണ്ട അവരെയാണ്. അവരൊക്കെ ഇതിനു വേണ്ടി അവരുടെ ജീവൻ കളഞ്ഞു പോയത് ദുരുദ്ദേശത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ഒന്നുമല്ല. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പിരിച്ചു വിടണമെന്ന് പറഞ്ഞ ആ സംഘടനയാണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞ ശാപം. കോൺഗ്രസ് ഒരിക്കലും ഇന്ത്യ ഭരിക്കാൻ പാടില്ലായിരുന്നു. നെഹ്റു പാതിരായ്ക്ക് സ്വാതന്ത്ര്യം എഴുതി മേടിച്ചെന്ന് പറയുന്നത്, എന്നാ പകലില്ലേ, സൂര്യപ്രകാശത്തിൽ ഒന്നും ചെയ്യാൻ മേലെ.
എന്ന് പറയുന്നത് ആ? ആ പുള്ളിക്കാരന്റെ ഭാര്യയെ പകലേ ചെയ്യോ? രാത്രി ചെയ്യാനുള്ള കാരണം എനിക്ക് തോന്നുന്നു അന്ന് മാഷ് പറഞ്ഞ പോലെ ആ സ്ത്രീയെ കൊണ്ട് സ്വാതന്ത്ര്യത്തിലൂടെ ആണ് ഇത് നേടിയത്. സ്വാധീനത്തിലൂടെ നേടിയതാ. ഞാൻ എന്തിനാ ഈ രാത്രിയിൽ ഇത് ചെയ്യുന്നത്? സർക്കാർ ഓഫീസ് പോലും 8 മുതൽ 5 വരെയല്ലേ ഉള്ളൂ. അർദ്ധരാത്രി ഇതെല്ലാം വെറുതെയാ. എന്നിട്ട് കുറെ പേരെ കൊണ്ട് പറയിച്ചു. അങ്ങനെയൊന്നുമില്ല. സ്വാതന്ത്ര്യം കിട്ടാൻ ഈ പാതിരായ്ക്ക് എഴുതി മേടിക്കാനാണോ ഈ പറഞ്ഞവരെല്ലാം അവരുടെ ജീവനല്ല ഇതിനു വേണ്ടി കളഞ്ഞത്? അതും രാത്രിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു വശം മറവായിരിക്കും. അതല്ല പക്ഷെ മരിച്ചവരെ കുറിച്ച് ഒരു ഇതുമില്ല, അവരെ പറ്റി ഒന്നും പറയുന്നുമില്ല. എന്നിട്ട് ഓരോരുത്തര് തന്നെ അങ്ങ് പ്രഖ്യാപിച്ചേക്കുക, ഞാൻ പ്രധാനമന്ത്രി, ഞാൻ രാഷ്ട്രപിതാവ്. ഇതിനൊക്കെ മുമ്പ് ജീവിതം കളഞ്ഞ എത്രയോ പേരുണ്ടോ? ആയിരക്കണക്കിനല്ലേ. അവരെ ആരെ ഇവർക്ക് അറിയാൻ പോലും മേല. ഇപ്പോഴും പുതിയൊരു രാഷ്ട്രപിതാവാൻ വേണ്ടി കുറെ പേര് ശ്രമിക്കുന്നുണ്ട്. നോട്ടിൽ ഗാന്ധിജിയുടെ പടം, നോട്ടിലെ ഗാന്ധിജിയുടെ പടമൊക്കെ കളഞ്ഞാൽ തന്നെ സാമ്പത്തികമായിട്ട് രാഷ്ട്രം ഉയരും, യാതൊരു സംശയമില്ല. കോൺഗ്രസ് നെഗറ്റീവ് ചുമല കളയുകയാണെങ്കിൽ അവരൊക്കെ നെഗറ്റീവ് ഫലം ഉണ്ടാക്കത്തുള്ളൂ. അതിന്റെ ഫലം അതാ. എന്നാ ഇതെന്ന് പറയാം. പക്ഷെ അതിനുള്ള തലമുറകളൊക്കെ വരും, അവര് ചെയ്തോളും. അവര് നല്ല നിയമബോധമുള്ള തലമുറ വരുന്നു. കോടതിയൊക്കെ മുകളിലോട്ട് നോക്കിയിരിക്കുകയുള്ളു. ഒരു കേസും കാണുകയില്ല, ശമ്പളവും കാണുകയില്ല, കാറും വിറ്റ് കാൽനടയായി നടന്നൊക്കെ പോകേണ്ടി വരും ഇപ്പൊ ജഡ്ജിമാരും. അല്ല തമാശ അല്ല, അങ്ങോട്ടാ വരുന്നത്. പഴയ രീതിയിൽ ഉള്ള വിധി നടപ്പാക്കൽ വരും. അതുതന്നെയാ എല്ലാവർക്കും അതാണ് ശരി. ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നിച്ചു കൂടിയിരുന്ന് അല്ല സമാനതയുള്ള രീതിയിൽ മനുഷ്യൻ ഇതല്ല പ്രത്യേക യൂണിഫോം ധരിച്ച് ഒരിടത്ത് കയറിയിരിക്കുന്നു. ഞാൻ പറയുന്നതേ കേൾക്കാവൂ, ഇങ്ങോട്ടൊന്നും പറയരുത്, അല്ല ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. അങ്ങനെ ഒരിക്കലും ഒരു നിയമം പാലിക്കപ്പെടത്തില്ല. ഏകപക്ഷീയമല്ലേ അതല്ല. പണ്ടത്തെ പഞ്ചായത്തൊക്കെ വിളിച്ച് ചോദിക്കും, പരസ്യമായിട്ട് ചോദിക്കും, എല്ലാരെയും വിളിച്ച് പറയാനുള്ളത് പറയാം. എന്നിട്ട് ആരുടെ ഭാഗത്തെ തെറ്റെന്ന് അറിഞ്ഞിട്ട് ആ തെറ്റ് ചെയ്ത് എന്നിട്ട് പൊതുവിൽ ശിക്ഷ വിധിക്കുക. തല മുണ്ടനം ചെയ്യുക, പുള്ളി കുത്തുക, കഴുതപ്പുറത്ത് കയറ്റി നടത്തുക, നാട് കടത്തുക. ഇതുപോലെ മാനഹാനി വരുത്താം ഇല്ല ഇങ്ങനെ ചെയ്യുന്നവർക്ക്. ഇപ്പോഴത്തെ പോലെ AC കാറെ ജയിലിലോട്ട് കൊണ്ടുപോക്കോ എന്നൊന്നും പറ്റുകയല്ല അവിടെ. നാട് കടത്തി അവർക്ക് പച്ചവെള്ളം കൊടുക്കും, ഭക്ഷണമൊന്നും കൊടുക്കാതെ കൊടുക്കുന്നവരെ ശിക്ഷിക്കും. അങ്ങനെ ഒരു അപ്പൊ എന്നാന്ന് വെച്ചാൽ അത് കാണുന്നവർ പിന്നെ തെറ്റ് ചെയ്യത്തില്ല. ഈ നിയമങ്ങളെല്ലാം ഇപ്പോഴത്തെ നിലവിൽ നിൽക്കുന്ന നിയമങ്ങളെല്ലാം സ്ഥിരമാണ്. പക്ഷെ തെറ്റുകളൊന്നും സ്ഥിരമല്ലല്ലോ. പുതിയ തെറ്റുകളൊക്കെ എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. അതിപ്പം നിയമം തന്നെ വിടാനുള്ള തന്നെയല്ല. ഇപ്പൊ ഈ തെറ്റുകുറ്റങ്ങളുടെ എല്ലാം പിന്നിൽ നിയമം പഠിച്ചവരാ. അപ്പൊ ഈ നിയമം പഠിച്ചു കഴിയുമ്പോൾ അവർക്കറിയാം ഇതൊരു പുല്ലുമല്ല. കാരണം ശരി ചെയ്യുന്നവന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുകയില്ല, തെറ്റ് ചെയ്യുന്നവർക്കെല്ലാം രക്ഷപ്പെടാം. അതുകൊണ്ടല്ല എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ നിയമം പഠിച്ചവരാ. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് കഴിയുമ്പോ നമുക്ക് ഒരു ആശ്വാസം, പോലീസ് പിടിച്ച് അടുത്ത ഇന്ന ചെയ്താൽ മതി, അങ്ങനെ ഒരു ആശ്വാസം. ഇപ്പൊ എല്ലാരും അതിനാ നോക്കുന്നത്, പോലീസ് പിടിച്ചത് എന്നാ. ഇനി അതല്ല, മുൻകൂർ ജാമ്യമൊക്കെ എടുക്കുന്നവരെ പേരിന് വേറെ എടുത്തന്നെ മേൽ കുറ്റം ചേർത്തി അവനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാം. ഇത്ര സമയം കൊണ്ട് അന്നേരം ഇവന് വിധിക്കുന്ന വക്കീലിനെ എല്ലാം കണ്ട് വകുപ്പെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കുറെ കാശ് മുടക്കി മുൻകൂർ ജാമ്യം. അന്നേരം മറ്റവനെ വിട്ടയക്കുക. അവൻ അതുവരെയുള്ള കൊടുത്തു. പിന്നെ കാണുന്നവരെല്ലാം അവനെ കുറ്റവാളിയായിട്ടാ കാണത്തുള്ളൂ. ഇപ്പോഴത്തെ പോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും രക്ഷപ്പെടാൻ പാടില്ലെന്ന്. അല്ല അങ്ങനെയായി ഒറ്റവർത്തൻ രക്ഷപ്പെടരുത്. പഴഞ്ചൊല്ലെല്ലാം മാറി. ഈ ചെയിനിൽ ഏതെങ്കിലും ഒരു വിഭാഗം നന്നായ കുറ്റവാളി ശിക്ഷപ്പെടുത്തും. അല്ല വക്കീലന്മാര് ന്യായമായ കാര്യത്തിൽ ഏർപ്പെടുവാണെങ്കിൽ അവര് അങ്ങനെ കാശ് മാത്രം നോക്കി. ഞാൻ ചോദിക്കട്ടെ, ഒരു കേസ് വാദിച്ചു ഒരു ജീവിതകാലത്തിൽ ആ കാശ് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ജീവിക്കാൻ പറ്റുമോ? കുറ്റകൃത്യങ്ങൾ ഉണ്ടാകണം. കാശ് കൊടുത്താണെങ്കിലും സാക്ഷികളെ കൊണ്ടുവച്ച് സത്യം സത്യമല്ലെന്ന് വരുത്തി തീർക്കണം. അല്ലെ പിന്നെ ആ വക്കീലിനല്ല പേര്, അല്ലെ ആ കോടതിക്ക് എന്നാ പേരിരിക്കുന്നത്?
കോടതി എന്ന് പറയുമ്പം പിന്നെ ജനകീയമായ ഒരു സംഘടന അങ്ങനെയുള്ള ആകാവുള്ളൂ. ഇത് അതുമില്ല, ജനകീയ സ്വഭാവമില്ല, ജനാധിപത്യ സ്വഭാവം കോടതികൾക്ക് ഇല്ലല്ലോ. കോടതിക്ക് ഒരു സ്വഭാവവും ഇല്ല. പെയിന്റ് മാറുന്നതനുസരിച്ച്. അതെ അതെ, ബൈബിളെ പിടിച്ച് സത്യം ചെയ്യിക്കുന്നു. ബൈബിളിൽ പിടിച്ച് സത്യം ചെയ്യിക്കുന്നു. ഗ്രന്ഥമെന്നല്ലേ ഉള്ളൂ, സത്യമല്ല. സത്യത്തിലേക്ക് ഉള്ള അനേകം വഴികളിൽ ഒന്നാ അത്. അതവർക്കും അറിയാം. അതുപോലെ ഈ കോടതി സത്യമേ പറയാവൂ എന്ന് പറഞ്ഞാൽ അതിന്റെ യുക്തി വെച്ച് നോക്കുമ്പോൾ മറ്റു കോടതികൾ കള്ളം പറയാം. അല്ലെ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരുത്തനാണ് പരസ്യമായിട്ട് അവനെ നിഷേധിക്കുക കോടതി ചെയ്യുന്നത്. നീ കുറ്റവാളിയാണ്, മറ്റു കോടതിയിൽ കള്ളം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇവിടെ പറയരുത്. ഇതിനൊക്കെ ഇവർക്ക് എന്ത് അധികാരം, അല്ലെ എന്ത് അവകാശം? കോടതിയോട് നേരെ തിരിച്ച് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു കോർട്ടലക്ഷ്യം പിടിച്ച് അകത്തിടും. കാരണം ജഡ്ജിക്കും വക്കീലിനും. പിന്നെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്റെ അർത്ഥമല്ല. അതല്ല ഞാൻ പറയാം, ജനാധിപത്യം ഏകാധിപത്യം. പക്ഷെ വിദേശങ്ങളിലെല്ലാം അവരവര് ബാധിക്കുന്നത്. ശിക്ഷ കിട്ടുന്നവർ തന്നെയാണ് അവരെ ബാധിച്ചത്. മറ്റേ ഒബാമയെ തന്നെ അവര്. അതെ, പക്ഷെ അത്രയ്ക്ക് തിരിച്ചറിവ് അവർക്കുണ്ട്. വിദേശങ്ങള് അവരെ സ്വയം ബാധിച്ച് ഇവിടെ ബാധിക്കും. ഇപ്പൊ തന്നെ ഈ ചുംബന സമരത്തിന്റെ കാര്യത്തില് കോഴിക്കോട്ട് അവിടെ LLBക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലായിരുന്നു ഇതിനിറങ്ങി തിരിച്ച് നിയമം പഠിക്കുന്നവർ ഇതിലേർപ്പെടുന്നു. അവര് കോടതികളിലേക്ക് വന്ന് കേസുകൾ വാദിക്കാൻ തുടങ്ങിയാൽ ഗുണകരമായ രീതി പ്രവർത്തിക്കോ ദോഷകരമായ രീതി പ്രവർത്തിക്കോ, അത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കില്ല. അവർ പിന്നെ എങ്ങനെ കോടതിയിൽ വന്ന് സംസ്കാരത്തെയും നിയമത്തെയും ഒക്കെ സംരക്ഷിക്കും? ഒരു കോളേജും അവരെ സസ്പെൻഡ് ചെയ്തുമില്ല, മാതൃകാപരമായിട്ട് ശിക്ഷിച്ചില്ല, ഒരു കോടതി അതിനെ ചോദ്യം ചെയ്തിട്ടുമില്ല, അതിനുള്ള തൻ്റെടവും ഇല്ലായിരുന്നു. കാരണം ഇവരും ഇത് തന്നെയാ. അവരും ആലോചിക്കും, ഇവർ ഇത്രയല്ല ചെയ്തിട്ടുള്ളൂ, നമ്മളെന്നൊക്കെ ചെയ്ത് നടന്ന. അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ മജിസ്ട്രേറ്റുമാരൊക്കെ ആയിട്ടുണ്ടല്ലോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ, അതുപോലുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട്. ഈ നീതി എന്നായാലും അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുക എന്ന് പറഞ്ഞ പോലെ ഇവരുടെ എല്ലാ അടിസ്ഥാന സ്വഭാവം ഉണ്ട്, അത് നിലനിൽക്കും, അതൊന്നും മാറുകയല്ല. പിന്നെ യൂണിഫോം ഇടുന്ന അത്ര സമയത്ത് ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും, അത് അഭിനയിക്കുന്ന ബാക്കി സമയത്ത് തിരിച്ചു വരും. അല്ലെ പിന്നെ ഇവരങ്ങനെ കുറ്റങ്ങൾ ചെയ്യുന്നു സ്വന്തം ജീവിതത്തിൽ പോലും. കൊച്ചിയില് നടന്ന ചുംബന സമരത്തെക്കാളും കൂടുതൽ അക്രമാസക്തമായത് കോഴിക്കോട്ടെ. അതെ, കല്ലിന് സ്ത്രീകളെ മറ്റും ഉപദ്രവിക്കുകയും വഴി കണ്ടു നിന്നവരെ തല്ലി കാണേണ്ട ആവശ്യമില്ല, അവരെ തല്ലി ഓടിക്കുകയും പരസ്പരം. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഒറ്റ ഗ്രൂപ്പാണ്, ഒരു സെൻസേഷണലൈസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഈ ആനയ്ക്ക് എത്ര മതം ഇളകിയാലും അല്ല ഭ്രാന്ത് പിടിച്ചാലും തൊടലിന് വരികയല്ലോ. പക്ഷെ ഇവിടെ തൊടലിനും വന്നു കഴിഞ്ഞു, രണ്ടിനും വന്നു കഴിഞ്ഞാൽ ഒരു എത്തും പിടിയും കിട്ടത്തില്ല. അപ്പൊ എങ്ങനെയെങ്കിലും വായിക്കോട്ടെ എന്നുള്ളത്. അതല്ല പക്ഷേ ഇതിപ്പം കുറച്ച് യുവജനങ്ങള് കൊച്ചു പിള്ളേരുടെ ഇതായിരുന്നു താല്പര്യമായിരുന്നു ചുംബന സമരം എന്ന് പറഞ്ഞു. കൊച്ചു പിള്ളേരുടെ താല്പര്യമല്ല ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രായം ചെന്നവർ 40-45 വയസ്സുള്ളവരും 50 വയസ്സുള്ളവരും. ഈ ജോയ് മാത്യു എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരു 19 വയസ്സിന് മേളിലുണ്ട്. ഇവരെന്തിനാ ഇതിനെ സപ്പോർട്ട് ചെയ്തത്? പിന്നെ അല്ലാതെ അവരെന്നാ ചെയ്യാം? അങ്ങനെയെങ്കിലും അവർക്കൊന്ന് ആസ്വദിക്കണ്ടേ? അവരൊരു കോഴിക്കോട് സമരത്തിൽ ഒരു വിഭാഗം സംഘടന, ഈ സാംസ്കാരിക സംഘടന മൊത്തം പ്രായമുള്ളവരാ വന്ന് ചുംബിക്കുന്നതും എല്ലാം. ഇതെന്നാന്നറിയാം, അവരുടെ ചെറുപ്പത്തിലോ ഇതൊന്നും പറ്റിയില്ല. ഈ രീതിയിലെങ്കിലും ആട്ടെ, അവരും യുവ സ്വഭാവമുള്ളവരാണെന്ന് എങ്ങനെയും അങ്ങനെ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അങ്ങനെ എത്ര പ്രായമായാലും ഇതെല്ലാം പ്രകടിപ്പിക്കേണ്ടി വരും. അതിനാ ആചാര്യന്മാര് പറയുന്ന വിദ്യാഭ്യാസ കാലഘട്ടം, കുടുംബജീവിതം നയിക്കുന്ന, അത് കഴിഞ്ഞിട്ട് സന്യാസം, ഇങ്ങനെയൊക്കെ. അത് അവർ ചുമ്മാ പറഞ്ഞതല്ല, അവർക്ക് അറിയാം ഓരോ പ്രായത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം തീർത്ത് ഒടുവിൽ സന്യാസത്തിന് പോയി സന്യാസി തന്നെ ആയിരിക്കും. ഇതല്ല, ഇത് തെറ്റിനു വേണ്ടി മാത്രം ഈ സന്യാസം എന്നൊക്കെ പറഞ്ഞ് നടക്കത്തേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പൊ എല്ലാ കൊള്ളജാതി നടക്കുന്നുണ്ട്. അതിന്റെ ഇത് പ്രാദേശികമായ പ്രശ്നമുണ്ട് കേട്ടോ. ജലവുമായി ബന്ധപ്പെട്ടാണ് ഈ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നിൽക്കുന്നത്. പിന്നെ ജലവുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രദേശം തന്നെയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സംസ്കാരമല്ല, മിക്സഡ് ആയിട്ടുള്ള ഒരു സംസ്കാരമാണ് ആംഗ്ലോ ഇന്ത്യൻ. അവിടെ ഒന്നിനും നിയന്ത്രണമില്ല. കാരണം ഒരു ഭാഗത്തെ ഏതെങ്കിലും രീതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവർക്കൊരു വിരോധം ഉണ്ടാകുന്നു. അപ്പോൾ
അവർ പറയാം ഈ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നോക്കി കഴിയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇലക്ഷൻ്റെ സമയത്ത് ജാതി നോക്കും. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തിരിച്ച് നോക്കി കഴിയുമ്പോൾ അയ്യോ നമ്മുടെ ഇന്ന പാർട്ടിയുടെ ആൾക്കാരാണ് പറഞ്ഞാൽ അത് പറ്റുകയില്ല, അവരെ നിയന്ത്രിക്കത്തില്ല. അപ്പം വേറൊരു വിഭാഗം ഇതുപോലെ ആവും, അവരെ നിയന്ത്രിക്കത്തില്ല. എല്ലാം ഒന്നാമത്തെ കാര്യം നിയന്ത്രിക്കുന്ന നല്ല നട്ടല് വേണം. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ ഭരണഘടനയ്ക്ക് അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും 900 പാർട്ടികൾ ഉണ്ടാകുമായിരുന്നു. എത്രയോ പ്രസിഡന്റുമാർ വന്ന് പ്രസിഡന്റിന് ചെയ്യാനുള്ള കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ആരും ചെയ്തില്ല. പാർട്ടികൾ അതത് പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ പാർട്ടികൾ ഉണ്ടാകും തോറും ഭരണ സ്ഥിരത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ ഭരണഘടനയ്ക്കും പ്രാധാന്യമില്ല, ഒരു കോടതിക്കും ഇല്ല, ഒരു ഗവൺമെന്റിനും ഇല്ല. ചുമ്മാ അങ്ങനെ പാർട്ടികളെ കൊണ്ടുവരാൻ പാടില്ല. ഇപ്പൊ എത്ര പാർട്ടികളായി, 100 കണക്കിനല്ലേ. ഒരു രാഷ്ട്രത്തിന്റെ പതനമാണ് ഈ അനേകം പാർട്ടികളിലൂടെ കാണേണ്ടി വരുന്നത്. അപ്പൊ അതൊക്കെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതിനെല്ലാം നമ്മൾ തള്ളിക്കളയേണ്ടി വരും. വിദേശത്തൊക്കെ കുട്ടികളൊരു ഹരം പോലെ ഇപ്പൊ പാർട്ടികളൊക്കെ രൂപീകരിക്കുന്നത്. 4, 3, 7 പേരൊക്കെ ചേർന്ന് പാർട്ടി രൂപീകരിച്ച് സംഘർഷാവസ്ഥ രൂപീകരിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങോട്ടും വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് വരും. പിന്നെ ഇപ്പൊ ഒരു വീട്ടിൽ 4-5 പിള്ളേരുണ്ടെങ്കിൽ അവര് തന്നെ ഒരു സംഘടനയുടെ അവസാനം എന്നിട്ട് സമരങ്ങളും എല്ലാം ഉണ്ട്. കണ്ടോ, കന്യാസ്ത്രീകളും ഒക്കെ അവരുടെ ഉദ്ദേശം എന്താ? തിരുവസ്ത്രത്തിന്റെ വിശുദ്ധി എന്താ? അതൊന്നുമല്ല, ദൈവം കൊടുത്ത വായും മൂടിക്കെട്ടി ആരാധനാലയം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. കൊച്ചു പിള്ളേരെയല്ല അതിന് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ട. എന്താ ചോരയും നീരുമുള്ള ആ മനുഷ്യൻ ആ മുറിവ് നോക്കി കുടിച്ചു കയറി കിടന്നത് എന്ത് ശാപം കിട്ടും ഇവർക്കൊക്കെ. ആരാധനാലയം സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റ് പൊതു താല്പര്യമോ അതുമല്ല, ആരാധനാലയം സംരക്ഷിക്കേണ്ട ഗവൺമെന്റാ. ഗവൺമെന്റിനെ അതിനെ പ്രേരിപ്പിക്കേണ്ടത് ഭരണഘടനയാണ്. അതിനെയൊക്കെ ഇതിന് ചോദ്യം ചെയ്യേണ്ടത്. കോട്ടയം ടൗണിൽ കൂടെ ഡൽഹി നടന്ന കാര്യത്തിന് വായും മൂടിക്കെട്ടി നടന്ന എന്ത് പ്രയോജനം? അപ്പൊ ഇത് കാണുന്ന യുവജനങ്ങളും അതാ ശരിയെന്ന് കരുതി അങ്ങോട്ട് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ ഡ്യൂട്ടി ഉണ്ട്, അതാ ചെയ്യേണ്ടത്, അത് വിട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ വന്നിട്ട് പത്രക്കാരൊക്കെ വലിയ ഇതിൽ കൊടുത്തിരിക്കും, ആരും അതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടുമില്ല. ചിലപ്പോൾ അതിനെ ആദ്യ രീതിയിൽ ചോദ്യം ചെയ്തത് നമ്മളായിരിക്കും, വേറെ ആരും പറഞ്ഞിട്ടില്ല. അതെ, അച്ഛന്മാരോ വേറെ മതപുരോഹിതന്മാരോ ആരും പറഞ്ഞിട്ടില്ല, നമ്മളായിരിക്കും. കാര്യം നമ്മൾ ആ വിശുദ്ധ വസ്ത്രത്തെ പറ്റി നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, അതിന്റെ ഉദ്ദേശം ഇന്നതാണെന്ന്. ഇല്ലെങ്കിൽ ചൂരിദാറൊക്കെ ഇട്ട് അവർ നടന്നുവെച്ചാൽ പോരായിരുന്നു. അതല്ല, അവർക്കൊരു യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോം എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. തന്നെയല്ല, അതൊക്കെ ആധ്യാത്മിക കാര്യങ്ങളുടെ ഭാഗമാണ്. അവരാണോ ഇത് ചെയ്യേണ്ടത്? അങ്ങനെയാണോ നമുക്കും ഒക്കെ നാളെ അച്ഛന്മാരിട്ടുണ്ടായിരുന്ന കുപ്പായമൊക്കെ ഇട്ട് എന്ത് വെള്ളം കാണിച്ചു കിടക്കാമല്ലോ. ഇതിനാ ക്രിസ്തുദേവൻ പറഞ്ഞ വെള്ള പൂശിയ ശവക്കല്ലറകളെന്ന്. ഓരോരുത്തരും മാത്രം വെളുപ്പിച്ച് ആകും മുഴുവൻ നാർമയായോണ്ടാ പറഞ്ഞത്. അല്ല, പറയത്തില്ല. ക്രിസ്ത്യാനികൾ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ വലിയ ജീവനായിട്ട് നടക്കുന്നത്. ഈയിടെ ഈ പാക്കിൽ സംഭവിച്ച അവിടെ 2 വർഷം വികാരിയായിരുന്ന ഫാദർ ഫ്രാൻസിസ് അല്ല അഗസ്റ്റിൻ അറക്കൽ പുള്ളി ആ പള്ളിയിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഒളിച്ചോളി. അല്ല, വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. എന്നാന്നറിയോ, അവരേത് വസ്ത്രം ധരിച്ചാലും അവർക്ക് അങ്ങനെയുള്ള രീതിയിൽ അവരുടെ മനസ്സ് തിരിഞ്ഞാൽ അവർ സഭയെ അറിയിക്കണം. എനിക്ക് ഇന്ന പോലെ ആഗ്രഹമുണ്ട്, ഈ രീതി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുവസ്ത്രം അഴിച്ചു വെപ്പിച്ചു വിട്ടോട്ടെ, അവർ കുടുംബ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതാ ശരി. അല്ല, അന്ന് ആദ്യം തന്നെ ഇതാ ചെയ്താ പോരെ, പിന്നെ ഈ അല്ല, ആ രീതി മനസ്സ് വരണമെന്നില്ല. ഓരോരുത്തരും അവരവരുടെ വ്യക്തി താല്പര്യത്തിന്റെ പേരില്ല പുരോഹിതനാകുന്നു, വൈദികനാകുന്നു. പിന്നെ നിർബന്ധം കൊണ്ട് വീട്ടുകാരുടെ. പിന്നെ വേറെ കാര്യമാണ്, ഇപ്പം ഞങ്ങളുടെ തറവാട്ടിൽ ഒരു അച്ഛനുണ്ട്, അല്ലെ ഒരു പൂജാരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അല്ലെ ഒരു സന്യാസി ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ ക്രെഡിറ്റാ. അങ്ങനെ അവര് കാണുന്നത് കുടുംബ മഹിമ. ഇവര് കാണിക്കുന്ന തോന്നിയാസം ഒന്നും അതിനകത്ത് വരത്തില്ല. അല്ലെങ്കിൽ അതിനും ദൈവിക പരിവേഷം കൊടുക്കും. അതിനൊരു ദൈവം വെളിപ്പെട്ടതാ, അല്ലെ എന്നോട് അങ്ങനെ എനിക്ക് ദർശനം തന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ചെയ്ത് അങ്ങനെ അങ്ങ് വരുത്തി തീർക്കില്ല. എല്ലാ പള്ളിയിലച്ചന്മാരുടെയും മരണം അതുപോലെ തന്നെയാണല്ലോ. പക്ഷെ വേറെ നല്ലവരും ഉണ്ട്, അപവാദമാണ്. അപ്പൊ മനസ്സ് തിരിയുന്നുവെങ്കിൽ പറഞ്ഞ് അതിനുള്ള രേഖയുണ്ടാക്കി
ഈ യൂണിഫോം അഴിപ്പിച്ച് വെച്ച് അവരെ വിട്ടേക്കണം. ഒരു പാലിൽ ലേശം ഉപ്പ് വീണ എല്ലാം അതുപോലെ തന്നെ ഇവരുടെ മാത്രമല്ല അമ്പലത്തിൽ എല്ലാത്തിലും ഇത് തന്നെ. നമ്മുടെ ശബരിമല വലിയ എഴുത്താ പൊങ്ങാത്ത കുറിയും വരച്ച് 1.5 കിലോ ഭസ്മം പൂശി കാവിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കുന്ന എത്ര പേരുണ്ട്. അഭിനയിക്കുക എല്ലാം ഉണ്ടാക്കി. നമ്മുടെ ശബരിമല പോയാലും ഇപ്പൊ ഒരു ശബരിമല അല്ല, അത് ഒരു ടൗണാ. ഈ ഗവൺമെന്റുകളെന്നൊക്കെ ഗവൺമെന്റുകളെ അല്ല, ശബരിമല എന്ന് പറയുന്നത് ഗവൺമെന്റുകളെ സംബന്ധിച്ച് അതൊരു നല്ല കറോപ്പശുവാ. അങ്ങനെയാ. എന്നാ പ്ലാന്റ് ഒക്കെ മത സ്വാതന്ത്ര്യം ഭരണഘടനയിൽ എല്ലാവർക്കും പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ അനുഭവം വെച്ച്. പക്ഷെ ഇതിനൊന്നും മാത്രം ഇല്ല. ഇത് ഊറ്റി അവരെടുത്തോണ്ടിരിക്കുക. അതിന് ഇത് പട്ടിണി കിടന്ന് വയറും കൊട്ടി എല്ല് കുന്തി നിൽക്കുന്ന പശുക്കളെ പോലെയാകുന്നു ഈ ക്ഷേത്രങ്ങളും ഒക്കെ. അപ്പൊ അതെന്തുകൊണ്ടാ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭരണഘടന കണ്ണടച്ചത്? ആ ഭക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഭക്തിർ ഭഗവത് ഭാവന ന സ്തുതി ന അർച്ചന. അതെല്ലാം പക്ഷെ ഇപ്പം ശബരിമല 60 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കയറാൻ പറ്റും. സംഭവം ഉള്ളവര് 40 ഉള്ളവരൊക്കെ കയറുന്നുണ്ട്. ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ അവിടെ കയറുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് 22 വയസ്സൊക്കെ ഉള്ള ആരാണ്ടൊക്കെ കയറിയിട്ടൊക്കെ ഇതൊന്നും ആരും ചോദിക്കുന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. അതൊക്കെ അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ. ഒന്നാമത്തെ കാര്യം ഇനിയിപ്പം ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കണക്കിന് പെണ്ണുങ്ങൾ ശബരിമല പോയി ചുംബിക്കായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുമല്ല, സർക്കാരൊക്കെ അവർക്ക് ലാൻഡും കൊടുത്ത് നമ്മളെയൊക്കെ പിടിച്ച് അകത്ത് വിട്ട് ഇത് പറഞ്ഞതിന്റെ പേര് എന്നിട്ട് സാംസ്കാരിക പരിപാടി എന്നൊക്കെ അവർ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കും. അതിന് പ്രതിവർഷം ഗ്രാൻഡ് അല്ലേ മാസം ഇങ്ങനെ ചെയ്തു പറയുന്ന നമ്മളെ കൊണ്ട് വാദം കൊണ്ട് ഇത് ചെയ്താലും ജയിലിൽ കയറ്റി ഇതൊക്കെ ഉള്ളവന്മാർ. അതവരുടെ രക്തത്തിലുള്ളതാണ്. അങ്ങനെ അത് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലച്ചൻ വരുന്നതിന്റെ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തു. പക്ഷെ രാജാവാണ്. ഇതെല്ലാം മത്സരമാണ്. ഏതെങ്കിലും ഒരു വിഭാഗം ഇതുപോലുള്ള ഒരു പ്രകടനം നടത്തി ഇങ്ങനെ സഞ്ചാരം തടയപ്പെട്ടു, വാഹനങ്ങൾ ഓടാൻ പറ്റിയില്ല, ഇത്ര മണിക്കൂർ ബ്ലോക്കായി കിടന്നു എന്നൊക്കെ പത്രത്തിൽ വരുമ്പോൾ ഉടനെ നമ്മടാ അതിന്റെ മുകളിലുള്ള ഒരെണ്ണം നമുക്ക് ചെയ്യണം. ദൈവങ്ങൾ തമ്മിൽ ഒരു മത്സരവും ഇല്ല. അതിന്റെ പേരും പറഞ്ഞ യൂണിഫോം ഇട്ട് നടക്കുന്നവർക്ക് മത്സരമുള്ളൂ. അല്ല, തിരുമേനി എന്ന് പറയാൻ തിരുശരീരം എന്നാ. മൃത ശരീരമാണോ ജീവിച്ചിരിക്കുന്നതാണോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. രാജാവിനെയൊക്കെ വരവേൽക്കുന്ന അല്ല, ഇതിന് വേറൊരു കാര്യമുണ്ട്. യെരുശലേം ദേവാലയത്തിൽ പെരുന്നാൾ നടക്കുമ്പോൾ എല്ലാവരും അവരുടെ സമ്പത്തിനെ എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് ആഡംബരത്തോടെ ചെന്നപ്പോൾ ക്രിസ്തുവിന് ഒരു കഴുതയുടെ പുറത്തായില്ല. അത് കണ്ട് പഠിക്കാത്തവൻ പോലും ഇപ്പൊ പിന്നെ എന്നാ പഠിക്കാനാ? വേറെ അർത്ഥത്തിലല്ലേ അവര് വിചാരിച്ച ക്രിസ്തു അയാളൊരു കൂടുതൽ ആണ്ട കഴുതയുടെ പുറത്ത് വന്നിരിക്കുന്നു. പക്ഷേ ആത്മബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്തതാ. അതുമല്ല മാഷെ, ഇപ്പം ക്രിസ്തുദേവൻ അന്ന് പള്ളിയിൽ കയറി ചാട്ടവാറിന് കച്ചവടക്കാരെ അടിച്ചിട്ടുണ്ട്. ഇന്ന് വന്ന വെടിവെക്കത്തേ ഉള്ളു. അല്ല, ഇന്ന് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹോട്ടലല്ലാത്ത ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ? ക്ഷേത്രം പള്ളി പ്രസാദകൂട്ടെന്നാ പേര്. പ്രസാദകൂട്ട് നേരിട്ട് കാശ് കഴിച്ചേ ചന്ദനം കാശ് കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പും കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞും കൊടുക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെല്ലുന്ന ഈ ഊണോർത്ത ക്ഷേത്രം ചന്ത പോലെ ആകുന്ന ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയൊക്കെ പിന്നെ ഭാഗവത സപ്താഹം എന്നൊക്കെ പറയും. സീസൺ സിനിമാറ്റിക് ഭാഗവത സപ്താഹം. ദേവതയൊന്നും നോട്ടാനല്ല, ഏത് ദേവതയായാലും കൊള്ളാം സംഗതി ചെയ്യുക. അതുപോലെ കണ്ട എല്ലാ ചരിത്രങ്ങളെയും തിരുത്തിയല്ല. ജോസ്കോക്കാർ കോട്ടയത്ത് വന്നപ്പം പോലെ നമ്മുടെ തിരുനക്കര അമ്പലത്തിൽ പകൽപൂരം, ഇതിന്റെ ചരിത്രം എന്താ, അതിന്റെ ശാസ്ത്രീയത എന്താ, ഏത് ദേവതയുള്ളിടത്താ ഇത് ഇതൊന്നും അറിയത്തില്ല. പുള്ളിയുടെ കാശ് കണ്ടപ്പോ ഇതെല്ലാം പോയി. ഇതെല്ലാം ചെയ്യുമെന്ന് നേഴ്സറിക്ക് താഴെയുള്ളവരെ അധികാര സ്ഥാനങ്ങളിൽ ഇതുപോലുള്ളവർക്ക് വരുമെന്നാണ്. അറിവുള്ളവർ പുറത്തു നിൽക്കുമെന്ന യഥാർത്ഥ വിശ്വാസി സഭയ്ക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ. ഇതിനെയൊക്കെ ശരിക്കും നേരിടാൻ പഴയ കബീർദാസും സൂർദാസിനെയൊക്കെ പോലെയുള്ളവര്
വരണം. ഇല്ല, അവര് വന്നു കഴിഞ്ഞാൽ ഇവര് ചുംബിക്കുക എന്നുള്ളതല്ല, പ്ലാസ്റ്റർ ഒട്ടിക്കും മിണ്ടായിരിക്കും. നിറുകൂട ഭക്തിധാരയൊക്കെ ഇറങ്ങണം ഇവിടെ വന്ന്. അതിനുള്ളത് വരുമെന്നേ, വരുമെന്നുള്ളതല്ല, അതിനുള്ള ഒത്തിരി പ്രവർത്തനം നടന്നു കഴിഞ്ഞു. ഇവരൊന്നും അറിയത്തില്ല. താത്തയ ചാക്കി ഫലി ഒരു കോടതിയും തിരിച്ചറിയാത്ത രീതിയിൽ ഇതെല്ലാം സൂക്ഷ്മ ശരീരികളാണ് വന്നു കഴിഞ്ഞു. നശിക്കേണ്ടതിനെ മുഴുവൻ നശിക്കുകയും സംരക്ഷിക്കേണ്ടതിനെ മുഴുവൻ സംരക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ധർമ്മം. അത് പ്രകൃതിയിൽ അനവധി ശക്തിവിശേഷങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്.